ഹായ്, വെൽക്കം ബാക്ക് ടു ഷെയറി പ്രവീൺ ബ്ലോഗ്സ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളിയൊരു കണവ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ഫസ്റ്റ് അതിന് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, തേങ്ങാക്കൊത്ത്, കറിവേപ്പില, സവോള, പച്ചമുളക് ഇതെല്ലാം എടുത്ത് വെക്കുക. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കണവ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ഗ്യാസ് കത്തിച്ചതിന് ശേഷം അതിലേക്കൊരു തവ വെക്കുക. തവ ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം തേങ്ങാക്കൊത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഏകദേശം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി, എന്നിട്ട് ഇവ നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നിടം വരെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് സവോളയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം സവോള ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. സവോള വാടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കണവ ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുക്കറിൽ വെച്ച് നല്ല വേവുള്ള ഇതായത് കൊണ്ട് തന്നെ കുക്കറിൽ വെച്ച് ഒരു 5-6 വിസിൽ അടുപ്പിക്കണം. അപ്പോൾ ഈ കുക്കറിൻ്റെ അകത്തോട്ട് കണവ ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു കഷ്ണം കൊടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 5-6 വിസിലടിക്കുന്നിടം വരെ വേവിച്ചെടുക്കണം. അതിനുശേഷം നമ്മുടെ സവാള ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പൊടികൾ ഓരോന്നായിട്ട് എടുക്കാം. ഫസ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കാം. മഞ്ഞൾപ്പൊടി എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് പെരിഞ്ജീരകപ്പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. ഇനി കുറച്ച് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഈ ഗരം മസാലകളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം എല്ലാ പൊടിവകളെ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു സ്വല്പം ചിക്കൻ മസാലയും കൂടി ഒന്ന് ആഡ് ചെയ്യുവാണ്. ഒരു സ്വല്പം ചിക്കൻ മസാലയും കൂടി ഇട്ടതിന് ശേഷം ഈ വാടി വന്നിരിക്കുന്ന ഉള്ളിയിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ പൊടിവകയെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം പൊടിയൊക്കെ ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ആഡ് ചെയ്യുക. അപ്പം നമ്മുടെ കുക്കറിൽ ഈ നന്നായിട്ട് കണവ വെന്ത് വന്നിട്ടുണ്ട്. അത് ആ ഗ്രേവി അതിൻ്റെ ഈ കണവയിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. അതും എല്ലാം കൂടെ നമ്മൾ ഈ വാടി വന്നിരിക്കുന്ന സവോളയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഏകദേശം എല്ലാ സ്ഥലത്തും മസാല പിടിക്കുന്നത് പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതെന്തെങ്കിലും ഒരു കണവ എടുത്തു. ഇപ്പം തന്നെ കണവ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളൊരു പീസ് എടുത്ത് നോക്കിയപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നാലും നമ്മളിതെല്ലാം പൊടിയെല്ലാം ഇതിലേക്കിട്ട് സെറ്റാകാൻ വേണ്ടി ഒരടപ്പ് ഉപയോഗിച്ച് അടച്ച് വെക്കുക. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം. ഇപ്പം കണവയിൽ ഇറങ്ങിയ വെള്ളമെല്ലാം പറ്റി ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം അത് ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. ലാസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു നുള്ള് കുരുമുളക് പൊടി അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ നമ്മുടെ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.